പലരുടെയും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്താണ് ഒരു കിഡ്നി ഫ്രണ്ട്ലി ഡയറ്റ് എന്ന് പറയുന്നത്. ഒരു റീനൽ ഫ്രണ്ട്ലി ഡയറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാവരും വിചാരിക്കും പ്രോട്ടീൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നാണ് ഒരു റീനൽ ഫ്രണ്ട്ലി ഡയറ്റ്. അതൊരിക്കലും ശരിയല്ല. നമ്മൾ പ്രത്യേകിച്ച് ഈ കിഡ്നി രോഗികളിലാണെങ്കിലോ കിഡ്നി പ്രശ്നം വരാതിരിക്കാനാണെങ്കിലോ എപ്പോഴും നോക്കേണ്ടത് ഒരു ബാലൻസ്ഡ് ന്യൂട്രീഷനിലാണ്. അതിൽ ലീൻ മീറ്റുകൾ, അതായത് ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ എഗ്ഗ് പോലുള്ള മീറ്റുകൾ അളവ് കുറച്ച് എടുക്കുക. റെഡ് മീറ്റുകളെല്ലാം ഒഴിവാക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ ബീഫ്, പോർക്ക് അങ്ങനത്തെ എല്ലാം ഒഴിവാക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ലോ ഇൻ പൊട്ടാഷ്യം കുറവുള്ള ഫ്രൂട്ട്സ്, അതായത് ആപ്പിൾ, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ, പെയർ പോലുള്ള ഫ്രൂട്ട്സ് എടുക്കുക. വെജിറ്റബിൾസ് എല്ലാം കൂടുതലായിട്ട് ലീച്ച് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹോൾ ഗ്രെയിൻസ്, അതായത് ഓട്സ്, ബ്രൗൺ റൈസ്. ഇതെല്ലാം നല്ല ഒരു കിഡ്നി ഫ്രണ്ട്ലി ഡയറ്റിൽ പെടുന്നതാണ്. ഇനി കിഡ്നി പ്രശ്നമുള്ളവർ അവോയ്ഡ് ചെയ്യേണ്ട ഇതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് സോഡിയം കൂടുതലുള്ള ആഹാരങ്ങൾ, പൊട്ടാഷ്യം കൂടുതലുള്ള ആഹാരങ്ങൾ, ഫോസ്ഫറസ് കൂടുതലുള്ള ആഹാരങ്ങൾ. സോഡിയം കൂടുതലുള്ള നമ്മുടെ ഫാസ്റ്റ് ഫുഡ്, പ്രോസസ് ഫുഡ്സ് അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. പൊട്ടാഷ്യം കൂടിയ ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, നട്ട്സ് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ ഫോസ്ഫറസ് കൂടിയുള്ള ഡയറി പ്രോഡക്ട്സ്, ചോക്ലേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് മീറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് റീനൽ ഫ്രണ്ട്ലി ഡയറ്റ്. വെള്ളത്തിൻ്റെ അളവ് ഡോക്ടർ പറയുന്നതനുസരിച്ച് ക്രമീകരിക്കുക. ഇതാണ് നമുക്ക് കിഡ്നി പ്രശ്നം വരാതിരിക്കാനോ അല്ലെങ്കിൽ കിഡ്നി പ്രശ്നം വന്ന ഒരാൾക്കും എടുക്കാൻ പറ്റുന്നൊരു കിഡ്നി ഫ്രണ്ട്ലി ഡയറ്റ് എന്ന് പറയുന്നത്.